Namaste children, welcome back to our IT class. Today we can study the third chapter. Name of the chapter is using the keyboard. കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ആ 4 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മോണിറ്റർ, കീബോർഡ്, മൗസ് ആൻഡ് CPU അല്ലേ? അപ്പം നമുക്കതിൽ കീബോർഡ് എന്നുള്ള ഒരു പാർട്ട് വിശദമായിട്ട് പഠിക്കാം. കീബോർഡ് എന്താണ് യൂസ് ചെയ്യുന്നത്? We can give instructions to the computer. കമ്പ്യൂട്ടറിൽ നമുക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീബോർഡ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ കീബോർഡ് ലുക്സ് ലൈക്ക് ടൈപ്പ് റൈറ്റർ നമ്മൾ പഠിച്ചു. പണ്ടത്തെ ടൈപ്പ് റൈറ്ററിൻ്റെ പോലെയാണ് കീബോർഡ് ഇരിക്കുന്നത്, കീബോർഡിൻ്റെ ഷേപ്പ്. പിന്നെ കീബോർഡ് ഹാവ് സ്മോൾ ബട്ടൺസ് കോൾഡ് കീസ്. കീബോർഡിനകത്ത് ഒരുപാട് മൊബൈലിൽ നമ്മൾ ഒരാളിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റ് ഓരോരോ നമ്പർ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ സ്ക്രീനിൽ ആ നമ്പർ ഡിസ്പ്ലേ ആവും അല്ലേ? എന്നിട്ട് നമ്മൾ ആ നമ്പർ വിളിക്കുക. അതേപോലെ കീബോർഡിനകത്തും ഇതേപോലെ സ്മോൾ ബട്ടൺസ് ഉണ്ട്. ഈ ബട്ടൺസിനെ കീസ് എന്നാണ് വിളിക്കുന്നത്. ഈ കീസ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ നിർദ്ദേശങ്ങൾ എന്താണ് നമ്മൾ കമ്പ്യൂട്ടറിനോട് പറയാൻ പോകുന്നത് എന്ന് നമുക്ക് കമ്പ്യൂട്ടറിനോട് ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിനോട് പറയാൻ പറ്റും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനോട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റും ത്രൂ ടൈപ്പിംഗ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കീസ് ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് കീബോർഡിനകത്ത് 104 കീസാണുള്ളത്. അപ്പോൾ ഏതൊക്കെ ടൈപ്സ് ഓഫ് കീസ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഫസ്റ്റ് വൺ നമ്പർ കീസ്, NUMBER നമ്പർ കീസ്. സെക്കൻഡ് വൺ ALPHABET ആൽഫബറ്റ് കീസ്. തേർഡ് വൺ ARROW ആരോ കീസ്. ഫോർത്ത് വൺ FUNCTION ഫംഗ്ഷൻ കീസ്. ദ ലാസ്റ്റ് വൺ അതർ സ്പെഷ്യൽ കീസ്. പിന്നെ കുറച്ച് സ്പെഷ്യൽ കീസ്. അങ്ങനെ 5 ടൈപ്സ് ഓഫ് കീസാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? നമ്പർ കീസ്, ആൽഫബറ്റ് കീസ്, ആരോ കീസ്, ഫംഗ്ഷൻ കീസ് ആൻഡ് അതർ സം സ്പെഷ്യൽ കീസ്. അങ്ങനെ 5 ടൈപ്സ് ഓഫ് കീസാണ് പഠിക്കേണ്ടത്. നമുക്ക് ഫസ്റ്റ് നമ്പർ കീസ് പഠിക്കാം. നമ്പർ കീസ് എന്ന് പറഞ്ഞാൽ ഹൗ മെനി നമ്പേഴ്സ് ആർ ഹിയർ? 0 മുതൽ 9 വരെയുള്ളതാണ് നമ്പേഴ്സ് അല്ലേ? അപ്പോൾ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ കീബോർഡിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കീസിനാണ് പറയുന്നത് നമ്പർ കീസ്. അപ്പോൾ 0, 1, 2, 3, 4, 5, 6, 7, 8 and 9 അങ്ങനെ 10 കീസ് നമുക്ക് ഉണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് നമ്പർ കീസ്. അപ്പം ആദ്യം 0 അല്ല, 1, 2, 3, 4, 5, 6, 7, 8, 9 and 0 ഈ രീതിയിലാണ് കീബോർഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിച്ച് ആർ ദ നമ്പർ കീസ്? 0 to 9 keys are called number keys. What are called number keys? 0 to 9 keys are called number keys. 2 സെറ്റ് നമ്പർ കീസ് ഉണ്ട് കീബോർഡിനകത്ത്. ഒന്ന് ഈ സൈഡിൽ, അതായത് ഈ കീസ് നമ്മൾ പഠിക്കും. ഈ നമ്പർ കീസ് ഇടത് സൈഡിൽ ഒരു നമ്പർ സെറ്റ് കീസ്. ദെൻ റൈറ്റ് സൈഡ് പല സൈഡിലും ഒരു നമ്പർ സെറ്റ് കീസ് ഉണ്ട്. അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ? 1, 2, 3, 4, 5, 6, 7, 8, 9 and 0 സീറോയും ഉണ്ട്. അങ്ങനെ 2 നമ്പർ സെറ്റ് കീസ് ആണുള്ളത്. അപ്പോൾ നമ്പർ കീസ് എത്ര സെറ്റ് ഉണ്ട്? 2 സെറ്റ്സ് ഓഫ് നമ്പർ കീസ്. അപ്പോൾ നമ്പർ കീസ് മനസ്സിലായല്ലോ. അപ്പോൾ രണ്ടാമത്തേത് ആൽഫബറ്റ് കീസ്. ആൽഫബറ്റ് കീസ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഫംഗ്ഷൻ കീസ് കൂടെ പഠിച്ചിട്ട് പോകാം. ഫംഗ്ഷൻ കീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കീബോർഡിൻ്റെ ഏറ്റവും ടോപ്പിൽ, കീബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ F1, F2, F3, F4, F5, F6, F7, F8, F9, F10, F11 and F12 അങ്ങനെ 12 F എന്ന് എഴുതിയിട്ടുള്ള കീസ് ഉണ്ട്. അതിന് പേര് കൊടുത്തിരിക്കുന്നത് F1, F2 അങ്ങനെയാണ്. F1, F2 അങ്ങനെ F12 വരെ കൊടുത്തിട്ടുണ്ട്. ആ കീസ് വിളിക്കുന്ന പേരാണ് ഫംഗ്ഷൻ കീസ്. അത് കീബോർഡിൻ്റെ ഏറ്റവും ടോപ്പിലായിരിക്കും, ഫസ്റ്റ് റോയിലായിരിക്കും. ഏറ്റവും ടോപ്പിലെന്നും പറയാം, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ ഫസ്റ്റ് റോയിൽ നിന്നും ചോദിക്കാം. ദിസ് ഈസ് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫിഫ്ത്ത് റോ, സിക്സ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഫസ്റ്റ് റോയിലാണ് ഫംഗ്ഷൻ കീസ് ഉള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് റോയാണ് ഫംഗ്ഷൻ കീസ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ കീസും നമ്പർ കീസുമായി. നെക്സ്റ്റ് വി ക്യാൻ സ്റ്റഡി ആൽഫബറ്റ് കീസ്. വാട്ട് ആർ ആൽഫബറ്റ്സ്? എന്താണ് ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ അക്ഷരമാലകളാണ്. A മുതൽ Z വരെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 26 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ A മുതൽ Z വരെയുള്ള എല്ലാ ലെറ്റേഴ്സും കീബോർഡിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്ന രീതിക്കല്ല, ഫസ്റ്റ് അതായത് തേർഡ് റോയിലാണ് ആൽഫബറ്റ് കീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തേർഡ് റോയിൽ
ഫസ്റ്റ് റോയിൽ ആരാണ് ഫംഗ്ഷൻ കീസ്, സെക്കൻഡ് റോയിലെ നമ്പർ കീസ് ആണ്, തേർഡ് റോയിലാണ് നമ്മുടെ ആൽഫബറ്റിക് കീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ലെറ്റർ Q ആണ്, ദെൻ W, E, R അങ്ങനെ പോകും. എല്ലാ ലെറ്റേഴ്സും ടീച്ചർ ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ A മുതൽ Z വരെയുള്ള എല്ലാ കീസും A മുതൽ Z വരെയുള്ള എല്ലാ ആൽഫബറ്റും 3 റോയിലായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആൽഫബറ്റിക് കീസ് എത്ര റോയ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു? 3 റോ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ആൽഫബറ്റിക് കീസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആ കീയിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ നമ്മുടെ മോണിറ്ററിൽ തെളിയും. അപ്പം നമുക്ക് ഇപ്പം ദിയാന്ന് എഴുതാം. ദിയാന്ന് എഴുതണമെങ്കിൽ ദിയാന്ന് നമുക്ക് എഴുതണം. അപ്പം നമുക്ക് കമ്പ്യൂട്ടറിൽ ദിയാന്ന് ടൈപ്പ് ചെയ്താൽ മോണിറ്ററിൽ എന്ത് തെളിയും? ദിയാന്ന് തെളിയും. എങ്ങനെയാണ്? കൺസിഡർ ദിസ് ഈസ് മോണിറ്റർ. മോണിറ്ററാന്ന് വിചാരിക്കുക. അപ്പം ദിയാന്ന് എഴുതണമെങ്കിൽ DIYA. അപ്പം D ആദ്യം പ്രസ് ചെയ്യുക. D പ്രസ് ചെയ്തു. D പ്രസ് ചെയ്യുമ്പോൾ അതിനകത്ത് സ്ക്രീനിൽ D കാണിക്കും. ദെൻ I പ്രസ് ചെയ്യുന്നു. അപ്പോൾ I കൂടി കാണിക്കും. ദെൻ Y പ്രസ് ചെയ്യുന്നു. അപ്പോൾ Y നമ്മുടെ മോണിറ്ററിൽ കാണിക്കും. ദെൻ A പ്രസ് ചെയ്യുന്നു. അപ്പോൾ A കാണിക്കും. അപ്പോൾ ഈ ഗെറ്റ് ദ നെയിം ദിയ. അങ്ങനെ നമുക്ക് ആൽഫബറ്റ് ഉപയോഗിച്ച് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്പർ കീസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, നമ്പർ കീ ആണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ആ നമ്പേഴ്സ്, ഇപ്പം 9 ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ആ 9 മോണിറ്ററിൽ വരും. അപ്പം നമ്പർ കീസായി, ആൽഫബറ്റ് കീസായി, ഫംഗ്ഷൻ കീസായി, ദെൻ ആരോ കീസ്. 4 ടൈപ്പ് ഓഫ് ആരോ കീസ് ആണ്. 4 ടൈപ്പ് അല്ല, 4 ആരോ കീസ് ആർ ദയർ. ഒന്ന് റൈറ്റ് ആരോ, റൈറ്റിലോട്ട് പോകണമെങ്കിൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് സ്ക്രീനിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് റൈറ്റിലോട്ട് പോകണമെങ്കിൽ റൈറ്റ് ആരോ, ദെൻ ലെഫ്റ്റ് ആരോ, അപ്പ് ആരോ, മുകളിലേക്ക് അപ്പ് ആരോ, താഴേക്ക് ഡൗൺ ആരോ. 4 ആരോ കീസ് ആക്കിയ കീബോർഡിൽ എത്ര ആരോ കീസ് ഉണ്ട്? 4 ആരോ കീസ്. റൈറ്റിലോട്ട് കാണിച്ചിരിക്കുന്നത് റൈറ്റ് ആരോ, ദെൻ ദിസ് വൺ, ലെഫ്റ്റിലേക്കുള്ളത് ലെഫ്റ്റ് ആരോ, അപ്പ് ആരോ ആൻഡ് ഡൗൺ ആരോ. ദീസ് ആർ ആരോ കീസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് അതർ സ്പെഷ്യൽ കീസ് ഉണ്ട്. അത് ഒരുപാടുണ്ട്. എൻ്റർ കീ ഉണ്ട്, സ്പേസ് ബാർ ഉണ്ട്, ഡിലീറ്റ് കീ ഉണ്ട്. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പോൾ ഇത്രയും പഠിച്ച് ഒന്നുകൂടെ നോക്കാം. ഇപ്പം കീബോർഡ് ഈസ് യൂസ്ഡ് ഫോർ ടൈപ്പിംഗ് ഇൻഫർമേഷൻ ആൻഡ് ഹൗ മെനി കീസ് ആർ ഹിയർ? 5 അല്ലേ? എത്ര സെറ്റ്സ് കീസ് നമ്മൾ പഠിച്ചിപ്പം? 5 സെറ്റ്സ് കീസ് പഠിച്ച്. ഒന്ന് നമ്പർ കീസ്, 2 ആൽഫബറ്റിക് കീസ്, ദെൻ ഫംഗ്ഷൻ കീസ്, ആരോ കീസ്. 4മത്തെ നമ്മുടെ സ്പെഷ്യൽ കീസ് അടുത്ത ദിവസം പഠിക്കും. ഇപ്പം നമ്പർ കീസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 0 to 9 കീസ് ആർക്കാൾ 0 മുതൽ 9 വരെയുള്ള കീസിന് എന്താണ് വിളിക്കുന്നത്? നമ്പർ കീസ് എന്ന് വിളിക്കുന്നു. 2 സെറ്റ്സ് നമ്പർ കീസ് ഉണ്ട്. ഒന്ന് ലെഫ്റ്റ് സൈഡ് ടോപ്പിലും ഒന്ന് റൈറ്റ് സൈഡിലുമായിട്ട് 2 സെറ്റ് നമ്പർ കീസ് ഉണ്ട്. അത് സെക്കൻഡ് റോയിലാണ്, കീബോർഡിൻ്റെ സെക്കൻഡ് റോയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പഠിച്ചു അല്ലേ? ദെൻ ഫംഗ്ഷൻ കീസ് ഓഫ് കീബോർഡിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള റോയിൽ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് റോ എന്നോ അല്ലെങ്കിൽ ഫസ്റ്റ് റോയിലെന്നോ പറയാം. ഫസ്റ്റ് റോയിൽ F1 മുതൽ F12 വരെയുള്ള കീസിനെയാണ് ഫംഗ്ഷൻ കീസ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ആൽഫബറ്റിക് കീസാണ്. ആൽഫബറ്റിക് കീസ് എന്ന് പറഞ്ഞാൽ എത്ര ആൽഫബറ്റിക് കീസ് അപ്പോൾ ഉണ്ടാവും? 26 ആൽഫബറ്റിക് കീസ് ഉണ്ടാവും അല്ലേ? 26 ആൽഫബറ്റ് ഉള്ളത് കൊണ്ട് തന്നെ 26 ആൽഫബറ്റിക് കീസ് ഉണ്ടാവും. അത് നമ്മുടെ കീബോർഡിൻ്റെ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് റോയിലാണ് ആൽഫബറ്റിക് കീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3 റോയിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്പർ കീസിൻ്റെ താഴെയാണ് ആൽഫബറ്റിക് കീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ആരോ കീസാണ്. 4 ആരോ കീസ് റൈറ്റിലോട്ട് പോകാൻ റൈറ്റ് ആരോ, ലെഫ്റ്റ് ആരോ, ദെൻ മുകളിലേക്ക് അപ്പ് ആരോ, ദെൻ ഡൗൺ ആരോ. അങ്ങനെ 4 ടൈപ്സ് ഓഫ് ആരോ കീസും പഠിച്ചു. റൈറ്റ് ആരോ, ലെഫ്റ്റ് ആരോ, അപ്പ് ആരോ ആൻഡ് ഡൗൺ ആരോ. ദീസ് ആർ ദ ആരോ കീസ്. അപ്പം റിമൈനിങ് പാർട്ട് we can continue with the next class. Okay, thank you.